വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. MCOM കഴിഞ്ഞതിന് ശേഷം കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് ഒരുപാട് പേരുടെ സ്വപ്ന ജോലികളിൽ ഒന്നാണ്. സോ അതിലോട്ട് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് നിർബന്ധമായും വേണ്ടത് നെറ്റാണ്. സോ UGC നെറ്റിന്റെ അടുത്ത ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം നെറ്റ് കോമേഴ്സിൽ നമുക്കറിയാം 2 പേപ്പേഴ്സാണ് വരുന്നത്. പേപ്പർ നമ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്. പേപ്പർ നമ്പർ 2 ആണ് മെയിൻ പേപ്പർ. സോ മെയിൻ പേപ്പറിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കിടക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ നമ്മൾ പേപ്പർ നമ്പർ 1 പോകുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പേപ്പർ നമ്പർ 2 ആണ്. നമ്മുടെ സബ്ജക്റ്റ് ആണ് വരുന്നത്. 10 മൊഡ്യൂൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം UGC നെറ്റ് കോമേഴ്സിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും. ലൈവ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റല്ല. റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ദെൻ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, അങ്ങനെ എല്ലാ സപ്പോർട്ടും അവൈലബിൾ ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നെറ്റ് ക്ലിയർ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസ് വരുന്നത്. UGC ഗ്രാൻഡ്സ് കമ്മീഷൻ നെറ്റ് ബ്യൂറോ നെറ്റ് സിലബസ്. കോഡ് വരുന്നത് 08 ആണ് കോമേഴ്സിൻ്റെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 10 യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ MCOMന് പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഡെപ്തിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എന്ന് മാത്രം. നമുക്ക് ചോദ്യങ്ങളൊക്കെ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. ദെൻ നെറ്റിന് പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരള PSC അല്ലെങ്കിൽ SSC സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ യൂണിറ്റ് നമ്പർ 1 ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റ് നമ്മൾ MCOMന് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന പേപ്പർ. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ദെൻ ബിസിനസ് എക്കണോമിക്സ് ഡിഗ്രിക്ക് പഠിക്കുന്നത്. ബിസിനസ് ഫിനാൻസ് പറയേണ്ട ആവശ്യമില്ല, ഡിഗ്രി മുതൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഇനി ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്യാണ്ടാണ് കുട്ടികൾ പഠിച്ചിട്ടുള്ളതെങ്കിൽ അവർ കുറച്ചും കൂടി കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്, ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് HRM വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള പേപ്പർ. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഏരിയ ആണ്, ബട്ട് ഡെപ്തിൽ പഠിക്കാനുണ്ട്. ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്, ദെൻ ലാസ്റ്റ് ടാക്സ്. അപ്പോൾ ഇതാണ് 10 യൂണിറ്റുകൾ വരുന്നത്. ഇനി എത്രത്തോളം ഡീറ്റെയിൽസ് ഓരോ മൊഡ്യൂളിലും ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ബിസിനസ് എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ബിസിനസ് ആണ്. അപ്പോൾ ആദ്യം ബേസിക്സ് കാണാം. കൺസെപ്റ്റ്സ് ആൻഡ് എലമെൻറ്റ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ഇക്കണോമിക് എൻവയോൺമെൻറ്റ് ആൻഡ് സിസ്റ്റം, മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, FEMA, ഇതൊക്കെയാണ് ആദ്യം വരുന്നത്. പിന്നെ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻ്റർനാഷണൽ ബിസിനസ്, ഗ്ലോബലൈസേഷൻ, തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് നെക്സ്റ്റ് വരുന്നു. നമ്മൾ എൻവയോൺമെൻറ്റിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകണം കേട്ടോ. ദെൻ FDI നെക്സ്റ്റ് വരുന്നു, FPI, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, പിന്നെ ASEAN, SAARC, ദെൻ IMF, വേൾഡ് ബാങ്ക്, WTO. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിലുള്ള. ദെൻ അതിനുശേഷം അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, ബേസിക് പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ്, പാർട്ട്ണർഷിപ്പ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഹോൾഡിംഗ് കമ്പനി, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, അതിനുശേഷം ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്, IFRS, പിന്നെ ഓഡിറ്റിങ്, റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റിംഗ്. മെയിനായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഏരിയ ആണ്. ലാസ്റ്റ് ചെറിയ 1-2 ഏരിയയിലാണ് ഓഡിറ്റിങ്ങിനെ പറ്റിയുള്ളത് വരുന്നത് കേട്ടോ. പിന്നെ എക്കണോമിക്സ് ആണ് നെക്സ്റ്റ് വരുന്നത്. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ഫേംസ്, ഡിമാൻഡ്, പിന്നെ കൺസ്യൂമർ ബിഹേവിയർ, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ, ദെൻ അതിനുശേഷം തിയറി ഓഫ് കോസ്റ്റ്, പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഫോംസ്, ഒളിഗോപ്പൊളി, മൊണോപ്പൊളി, പ്രൈസ് സ്ട്രാറ്റജീസ്, സ്കിമ്മിങ്, പെനട്രേഷൻ, പീക്ക് ലോഡ് പ്രൈസിങ്. അപ്പോൾ ഇതൊക്കെയാണ് എക്കണോമിക്സിൽ വരുന്നത്. നെക്സ്റ്റ് ബിസിനസ് ഫിനാൻസ് ആണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മൊഡ്യൂളാണ് കേട്ടോ ബിസിനസ് ഫിനാൻസ്. സ്കോപ്പ് ആൻഡ് സോഴ്സസ് ഓഫ് ഫിനാൻസ്, ലീസിങ്. സ്കോപ്പ് ആൻഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലോട്ട് വരാം.
cost of capital, time value of money, capital structure, capital budgeting decisions, working capital management, risk and return, international monetary system, foreign exchange market, international financial markets and instruments, international arbitrage. ഇതൊക്കെയാണ് അവിടെ വരുന്നത്. ഇനി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ആണ് അടുത്തത്. അതിൽ സെൻട്രൽ ടെൻഡൻസി, ഡിസ്പേർഷൻ, സ്ക്യൂനെസ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ഓഫ് ടു വാരിയബിൾസ്, പ്രോബിലിറ്റി, ഡിസ്ട്രിബ്യൂഷൻ, റിസർച്ച്, ഡാറ്റ കളക്ഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ, സാമ്പിളിംഗ് ആൻഡ് എസ്റ്റിമേഷൻ, പിന്നെ ഹൈപ്പോത്തസിസ് ലാസ്റ്റ് ഏരിയയിലൂടെ വരുന്ന സമയത്ത് റിപ്പോർട്ട് റൈറ്റിംഗ്. ഇനി ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് നെക്സ്റ്റ്. അതിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി. ഒരുപാട് വായിക്കാനുണ്ട്. മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് എനിക്ക്. കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, HRM ഏരിയയിലോട്ട് പോകുന്നു. കോമ്പൻസേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, കളക്റ്റീവ് ബാർഗെയിനിങ്, പേഴ്സണാലിറ്റി, ഓർഗനൈസേഷൻ കൾച്ചർ. അതാണ് പിന്നെ വരുന്നത്. ദെൻ നെക്സ്റ്റ് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതിൽ ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം, ബാങ്കിങ്ങിൽ ടൈപ്സ് ഓഫ് ബാങ്ക്സ്, RBI, ബാങ്കിങ് സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫിനാൻഷ്യൽ റെഗുലേറ്റേഴ്സ് ഇൻ ഇന്ത്യ, പിന്നെ ഇൻഷുറൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ലാസ്റ്റ് വരുന്നു. ഡിജിറ്റലൈസേഷൻ ആൻഡ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് താല്പര്യമുള്ള ഒരു ഏരിയ ആണ് മാർക്കറ്റിംഗ്. എന്താണ് അതിൻ്റെ കൺസെപ്റ്റ്? പ്രോഡക്റ്റ്, പ്രൈസ്, പിന്നെ നെക്സ്റ്റ് വരുന്നത് പ്രൊമോഷൻ ഡിസിഷൻസ്, distribution decisions, consumer behavior, service marketing, trends in marketing, logistic management. പിന്നെ വരുന്നത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, സ്പെഷ്യൽ കോൺട്രാക്ട്സ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881, കമ്പനീസ് ആക്ട് 2013, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, RTI, then IPR, GST. ഓക്കെ. ഇനി ലാസ്റ്റ് ഇൻകം ടാക്സ് ആണ് വരുന്നത്. ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്. ഇൻകം ടാക്സിൻ്റെ ബേസിക്സ് ആദ്യം, then അതിനുശേഷം ഇൻ്റർനാഷണൽ ടാക്സേഷൻ, അതിൽ ഇൻഡിവിജ്വൽസ് ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ കോർപ്പറേറ്റ് ടാക്സ് പ്ലാനിങ്, ഡിഡക്ഷൻ ലാസ്റ്റ് ഏരിയയിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ അതിൽ എക്സംപ്റ്റഡ് ഇൻകംസ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം എന്ന് പറയുമ്പോൾ 5 ഹെഡ്സും കവർ ചെയ്യണം. ഗ്രോസ് ടോട്ടൽ ഇൻകം, എല്ലാ കൺസെപ്റ്റും നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഇതാണ് 10 മൊഡ്യൂൾ വരുന്നത് കേട്ടോ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇനിയുള്ളത് പേപ്പർ നമ്പർ 1 ആണ്. ഞാനിപ്പോൾ പേപ്പർ നമ്പർ 2ൻ്റെ സിലബസ് ആണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പേപ്പർ നമ്പർ 1 പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം കേട്ടോ. ഒരുപാട് പേർക്ക് 4 സെമസ്റ്റർ എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.